ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ഇത് സിയാദ് ഇലിക്കൽ. അങ്ങനെ ഇന്നത്തെ ദിവസം സെൻസെക്സിൻ്റെ എക്സ്പയറി ആണ് ഉണ്ടായിരുന്നത്. ട്രംപിൻ്റെ താരിഫ് ഫിയറുകളും അത് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നെഗറ്റീവായിട്ട് തന്നെയാണ് ഇന്ന് റിയാക്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ ഇന്നത്തെ ഇൻട്രാഡേ ലോയിൽ നിന്ന് 40 പോയിൻറ്റിൻ്റെ റിക്കവറി നിഫ്റ്റി തന്നു. 24,700 താഴെ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യേണ്ടതായിട്ട് വന്നു. ഇതിന് പ്രധാനപ്പെട്ട നിഫ്റ്റിയിൽ ഇടിവുണ്ടാക്കിയിട്ടുള്ളത് ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കായിട്ടുള്ള റിലയൻസും കൂടാതെ തന്നെ ഫിനാൻഷ്യൽ ബാങ്കിങ് മേഖലയിലുള്ള കമ്പനീസാണ്. നിഫ്റ്റിയുടെ ചാർട്ടും ടോപ്പ് ഗെയിനേഴ്സും ലൂസേഴ്സും നമുക്ക് കണ്ടുവരാം. നിഫ്റ്റിയുടെ ചാർട്ടിൽ കാണാം ഏറ്റവും ഓപ്പണിംഗ് റേഞ്ച് 24,740. അതിൽ നിന്ന് മാർക്കറ്റ് ആദ്യത്തെ ഒരു അരമണിക്കൂർ നല്ല ഒരു ഫോള്, പിന്നീട് 24,600 സപ്പോർട്ട് എടുത്തു. പിന്നീട് ചെറിയൊരു റിക്കവറി രേഖപ്പെടുത്തി 24,648 നിഫ്റ്റിയുടെ ക്ലോസ് നടത്തിയപ്പോൾ നിഫ്റ്റിയിൽ നിന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക്, ടൈറ്റാൻ, എസ് ബി ഐ ലൈഫ്, മാരുതി, ട്രെൻഡ് തുടങ്ങിയ കമ്പനീസാണ് ഇന്ന് നേട്ടം കൈവരിച്ചത്. ഇതിൽ ടൈറ്റാനും മാരുതി സുസുക്കിയും എല്ലാം തന്നെ നമുക്ക് ദീപാവലി വരാണ് അതിൻ്റെ ഭാഗമെന്നോണം ഉത്സവകാലം മുൻനിർത്തിയാണ് ഈ സ്റ്റോക്കുകളെല്ലാം തന്നെ മുന്നോട്ട് പോകുന്നത്. അദാനി പോർട്ടും റിലയൻസും ഇൻഫോസിസും ICICI ബാങ്കും അദാനി എൻ്റർപ്രൈസസ് ആണ് ഫോളായ കമ്പനീസ്. അദാനി പോർട്ടിൻ്റെ റിസൾട്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഗൗതം അദാനി സ്ഥാനത്തിൽ നിന്ന് മാറി, അതുകൊണ്ട് അദാനി പോർട്ട് ഇടിഞ്ഞു. ഇൻഫോസിസ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇൻഫോസിസിൻ്റെ ആളുകളെ പിരിച്ചുവിടുന്ന ഒരു ന്യൂസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇൻഫോസിസും ഉൾപ്പെടെയുള്ള സ്റ്റോക്കുകളിൽ ഇന്ന് ഫോള് കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും താഴെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും കംഫർട്ടബിൾ ആയിട്ടുള്ള റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 182 പോയിൻറ്റിൻ്റെ നേട്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് ഇന്ത്യ വിക്സ് 2.59% ഫോളായി 11.65. ഡോ ഫ്യൂച്ചർ പോസിറ്റീവാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ചൈന, കൊറിയ, ജപ്പാൻ എല്ലാം തന്നെ. ഗോൾഡ് ഏറ്റവും ടോപ്പ് ചെയ്ത് മൂന്നാമത് $12 പെർ ഔൺസിന് ഇടിഞ്ഞ് 3,361. ബ്രന്റ് ഓയിൽ 67. ഏറ്റവും ടോപ്പിൽ ബിറ്റ്കോയിൻ സ്റ്റേബിളായ നിലയിൽ നിലകൊള്ളുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇന്ന് ഇൻഡസ്ഇൻഡ് ബാങ്ക് ഇന്ന് നല്ലൊരു നേട്ടം കൈവരിച്ചു. രാജീവ് ആനന്ദ് CEO ആയിട്ട് നിയമിച്ചു എന്നുള്ള ന്യൂസാണ് നമ്മൾ കണ്ടത്. ഓട്ടോ സ്റ്റോക്കും കൂടാതെ തന്നെ ടൈറ്റാനും ഇപ്പോൾ ഉള്ള കമ്പനീസിലും നമ്മൾ ഈ ഫെസ്റ്റിവൽ പ്രീ ബൈയിങ് നമ്മൾ കണ്ടിരുന്നു. ഇനി നമുക്ക് നേരെ കുറച്ച് സ്റ്റോക്കുകളിലെ വാർത്തകളിലേക്ക് പോകാം. ഇത് ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല, വാർത്തകൾ മാത്രമാണ്. നമ്മുടെ ചാനൽ നിങ്ങളെല്ലാ ട്രേഡിംഗ് സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. എല്ലാ ഗ്രൂപ്പിലേക്കും പുതിയതായിട്ട് ഡിമാറ്റ് അക്കൗണ്ടുകൾ എടുത്ത ആളുകൾക്കെല്ലാം തന്നെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുമെന്നുള്ള വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വളരെ എപ്പോഴും പറയാൻ മറന്നു പോകുന്നുണ്ട് ന്യൂസിൻ്റെ തിരക്കിൽ, പക്ഷേ എല്ലാ ദിവസവും നിങ്ങളത് ഓർമ്മിക്കുക, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം NCC ആയിട്ട് ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. NCC നെറ്റ് പ്രോഫിറ്റ് 8% ഇടിവാണ് രേഖപ്പെടുത്തിയത്. റൈമണ്ട് റിയാലിറ്റി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 16 കോടി രൂപയിലേക്ക് ഉയർന്നു. അതായത് 7.5 കോടി രൂപയിൽ നിന്ന് നെറ്റ് പ്രോഫിറ്റ് ഓൾമോസ്റ്റ് ഡബിളായി. ഗ്ലാൻഡ് ഫാർമ നെറ്റ് പ്രോഫിറ്റ് 50% ഉയർന്ന് 215 കോടി രൂപ കരസ്ഥമാക്കി. ഗൂഗിൾ ദാസ് എക്സ്പോർട്ട് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 53% ഇയർ ഓൺ ഇയർ ഉയർന്നിട്ടുണ്ട്. പക്ഷേ സ്റ്റോക്ക് ഇന്ന് ഫോൾ ആയിട്ടുണ്ട് ഈ ഒരു താരിഫ് കൺസേൺ കാരണം. കാസ്ട്രോൾ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 5% ഉയർന്ന് 244 കോടി രൂപ. അദാനി പോർട്ട് നെറ്റ് പ്രോഫിറ്റ് 6% ഉയർന്നിരുന്നു. എന്നാൽ ഗൗതം അദാനി എക്സിക്യൂട്ടീവ് ചെയർമാനിൽ നിന്ന് സ്ഥാനം ഒഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ് സ്റ്റോക്ക് ഇന്ന് ഇടിവ് രേഖപ്പെടുത്തിയത്. എയർടെൽ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 43% ഇയർ ഓൺ ഇയർ ഉയർന്ന് 5,948 കോടി രൂപ കരസ്ഥമാക്കി. പക്ഷേ ഈ അനലിസ്റ്റുകളെല്ലാം തന്നെ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു റിസൾട്ടിനോടൊത്ത് വന്നില്ല എന്നുള്ള ന്യൂസും കൂടെ ഉണ്ട്. ഗുജറാത്ത് ഗ്യാസ് 287 നിന്ന് 327 പ്രോഫിറ്റ് ഉയർന്നു. EI ഹോട്ടൽ കമ്പനി 92 നിന്ന് 33 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. ടോറൻറ്റ് പവർ നെറ്റ് പ്രോഫിറ്റ് 25% ഇടിഞ്ഞ് 742 കോടി രൂപ കരസ്ഥമാക്കി. വീൽ ഇന്ത്യ കമ്പനി 23 നിന്ന് 29 പ്രോഫിറ്റ് ഇവർ ഉയർന്നു. ബർജർ പെയിൻറ്റ് കമ്പനി 354 നിന്ന് പ്രോഫിറ്റ് കുറഞ്ഞ് 315 കോടി രൂപ. MR ടെക് കമ്പനി 4 കോടി രൂപയിൽ നിന്ന് പ്രോഫിറ്റ് 11 കോടി രൂപയിലേക്ക് ഉയർത്താൻ പറ്റി. റാനെ മദ്രാസ് കമ്പനി 14 കോടി രൂപയിൽ നിന്ന് ഇവർ 18 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. നിതിൻ സ്പിന്നേഴ്സ് കമ്പനി 42 കോടി രൂപയിൽ നിന്ന് 41 കോടി രൂപ പ്രോഫിറ്റ് ഫ്ലാറ്റാണ്. യഥാർത്ഥ ഹോസ്പിറ്റൽ കമ്പനി 30 നിന്ന് 42 പ്രോഫിറ്റ് ഉയർന്നു. എവർ റെഡി ഇൻഡസ്ട്രീസ് ബാറ്ററി നിർമ്മാതാക്കൾ
29 നിന്ന് ഇവർ 30 കോടി രൂപ പ്രോഫിറ്റ് ഫ്ലാറ്റാണ് ഉണ്ടായിട്ടുള്ളത്. BLS ഇ വിസ സർവീസ് ചെയ്യുന്ന കമ്പനിയാണ്. 120 നിന്ന് 171 പ്രോഫിറ്റ് ഉയർന്നു. എക്സൈഡ് ഇൻഡസ്ട്രീസ് മറ്റൊരു ബാറ്ററി നിർമ്മാണ കമ്പനി 280 നിന്ന് 320 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. ഐറിസ് ലൈഫ് സയൻസ് കമ്പനി 83 നിന്ന് 120 പ്രോഫിറ്റ് ഉയർത്തി. അനൂപ് എഞ്ചിനീയറിംഗ് കമ്പനി 24 നിന്ന് 29 പ്രോഫിറ്റ് ഉയർത്തിയതായിട്ടാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. ട്രംപിൻ്റെ ആ ഒരു ഇഷ്യൂ അതൊന്ന് സോർട്ട് ഔട്ട് ആവണം. കൂടാതെ തന്നെ ഇന്നത്തെ നമ്മളുടെ FIDS ഡേറ്റ ഇന്ന് നമ്മുടെ ട്രേഡിംഗ് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യും. അപ്പോൾ അവരെല്ലാ ദിവസവും FISൻ്റെയും DSൻ്റെയും ആക്ടിവിറ്റീസ് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. ഇനിയിപ്പോൾ അതല്ല, നമ്മുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ FIDS ആക്ടിവിറ്റീസ്, റിസൾട്ട് കലണ്ടറുകൾ, കൂടാതെ IPO, ഏതൊക്കെ കമ്പനിയുടെ IPO ഏതൊക്കെ ദിവസം വരും, ഡിവിഡൻഡ് ഡീറ്റെയിൽസ്, ഏതൊക്കെ കമ്പനീസിൻ്റെ ഡിവിഡൻഡ് ഏതൊക്കെ ദിവസമാണോ ഉള്ളത്, എത്ര റുപ്പീസാണ് ഉള്ളത്, അതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ട്രേഡ് ബഡ്ഡി ടാബാണ്, അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് ഉണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്യാം. മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ഇനി മുന്നോട്ട് നിഫ്റ്റീൻ്റെ ഈ ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളുടെ റിസൾട്ടുകൾ ഇനിയിപ്പോൾ കുറച്ച് FMCGയും SB ഉൾപ്പെടെയുള്ള കമ്പനീസിൻ്റെ റിസൾട്ടുകളാണ് വരാനുള്ളത്. ഇനിയിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് കമ്പനീസിൻ്റെ റിസൾട്ടാണത്. ഈ നിഫ്റ്റിയിൽ വലിയ ഇമ്പാക്റ്റുകളെല്ലാം തന്നെ സൃഷ്ടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ FISൻ്റെ ആക്ടിവിറ്റീസാണ് വളരെയധികം കീനായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. പിന്നെ ഇന്ത്യയുടെ ഒരു ആക്ഷൻ എന്താണ്, ഇപ്പോൾ റഷ്യയിൽ നിന്ന് ക്രൂഡ് വാങ്ങുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കുറിച്ച് നമ്മൾ ഒരു ക്ലാരിറ്റി, ഒഫീഷ്യൽ ക്ലാരിറ്റിയൊക്കെ വരേണ്ടതായിട്ടുണ്ട്. അങ്ങനെ വാങ്ങിച്ചാൽ ഈ US പിണങ്ങും. പക്ഷേ ഇന്ന് ഒരു പ്രധാന ന്യൂസ് കണ്ടത്, ഈ USഉം റഷ്യയും തമ്മിൽ ദീർഘദൂര മിസൈലുകളെല്ലാം തന്നെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യില്ല എന്നുള്ളൊരു കരാറുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കരാറിൽ നിന്ന് റഷ്യ പിന്നോട്ടം മാറിയിട്ടുണ്ട്. ഇതിനർത്ഥം ഈ റഷ്യയും USഉം തമ്മിലുള്ള ബന്ധം അത് വലിയ തോതിൽ അത് വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഈ ഒരു ഇന്ത്യയായിട്ടുള്ള ട്രേഡിൽ ഏർപ്പെടുമ്പോൾ ഇന്ത്യക്ക് കൂടുതൽ പെനാൽറ്റി ചുമത്തും എന്നുള്ള ന്യൂസുകളെല്ലാം തന്നെ ഈ റഷ്യയെ വലിയ തോതിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഈ ഒരു പിന്മാറ്റം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ഈ ഒരു മാർക്കറ്റിൽ നിലകൊള്ളുന്ന ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ട് ഒട്ടും തന്നെ അനുകൂലമല്ലാത്ത ഒരവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ട്രേഡ് താരിഫുകൾ, അല്ലെങ്കിൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, അപ്പോൾ അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളിലൂടെ അത് മറികടന്ന് വേണം നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിന് മുന്നോട്ട് പോകാൻ. ഇനിയിപ്പോൾ IMF ഉൾപ്പെടെയുള്ള ബാങ്ക്സിൻ്റെ ഉൾപ്പെടെ അനലിസ്റ്റുകളുടെ എല്ലാം തന്നെ ഈ ഫോർകാസ്റ്റുകളൊക്കെ വരും. USൻ്റെ GDP ഡേറ്റയും എല്ലാം തന്നെ വരുമ്പോൾ അതൊക്കെ കുറവാണെങ്കിൽ മാർക്കറ്റിനെ അത് അഫക്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ കൂടുതലാണെങ്കിൽ പോസിറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ അപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന ഒരു മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് വലിയ വോളറ്റിലായിട്ടുള്ളൊരു സാഹചര്യമാണ്. ഇതുപോലെ വോളറ്റിലായിട്ട് മാർക്കറ്റ് സമീപകാലത്ത് പോയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ശരിയായിട്ട് വരുമെന്ന് പ്രത്യാശിക്കാം. നാളെ രാവിലെ ഏറെയൊക്കെ കാണാം. താങ്ക് യു.